അങ്ങനെ എന്തായാലും ഫൈനലി ഗോയങ്കജി ആ തീരുമാനം എടുത്തു. മോനെ ഋഷഭ് പന്തേ, ഇനി എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നവരസങ്ങൾ വാരി വിതറാൻ വയ്യ. നിന്റെ പെർഫോമൻസ് കണ്ടിട്ട്, നിന്റെ ബാറ്റിംഗ് കണ്ടിട്ട് എനിക്കിങ്ങനെ നവരസങ്ങൾ ചിരിച്ചോണ്ടിരിക്കാൻ വയ്യ. എനിക്ക് നിന്റെ പെർഫോമൻസ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ചൊറിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഒന്നും മിണ്ടാത്തത്, കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ നോക്കുവാണെങ്കിൽ കരഞ്ഞോണ്ടാ പോയത്. അതുകൊണ്ട് ഇനി അടുത്ത ഒരാളുടെ കണ്ണുനീര് ഇവിടെ വീഴാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നിന്റെ ഈ പൊട്ട പെർഫോമൻസ് കണ്ടിട്ടും ഞാൻ അങ്ങ് മിണ്ടാതിരുന്നത് എന്ന് വെച്ചുകൊണ്ട് 27 കോടി തന്നിട്ട് ഞാൻ എന്നും മിണ്ടാതിരിക്കുമെന്ന് നീ വിചാരിക്കണ്ട. നീ എന്തായാലും ഓടിപ്പോയിക്കോ. രാഹുൽ എങ്ങോട്ടാണോ പോയത്, രാഹുൽ LSG നേരെ പോയത് ഡൽഹിയിലോട്ടാണ്. അങ്ങോട്ട് തന്നെ മോൻ പോയിക്കോ. ഡൽഹി നോക്കുവാണെങ്കിൽ LSGയിൽ പെട്ട് കിടക്കുന്നവരെ, പ്രത്യേകിച്ച് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരെ രക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ഒരു താവളമാണ്. ഈ റെസ്ക്യൂ സെന്റർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു താവളമായിട്ട് ഡൽഹി മാറിയേക്കുവാണ്. KL രാഹുലിന് കഴിഞ്ഞ പ്രാവശ്യം അഭയം കൊടുത്തു. ഈ സീസൺ നോക്കുവാണെങ്കിൽ 2027 പോകുമ്പോഴത്തേന് ഋഷഭ് പന്തിന് നോക്കുവാണെങ്കിൽ അടുത്ത അഭയം കൊടുക്കാൻ പോവാണ്. IPL കഴിഞ്ഞാണ്ട് ഒരു മാസത്തിനകം വരുന്നു ഒഫീഷ്യലായിട്ടുള്ള ഒരു ട്രേഡ്. നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന ഒരു ട്രേഡ്. ഹാർദിക് പാണ്ഡ്യ എങ്ങോട്ടാണ്? CSKയിലോട്ടാണോ അതോ RRലോട്ടാണോ അതോ ഇന്ന് പറയുന്നതായിട്ട് KKRലോട്ടാണെന്ന് നമ്മൾ വിചാരിച്ചത്. ആദ്യമേ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഹാർദിക് പാണ്ഡ്യ ആണെന്നാണ്. പക്ഷെ സംഭവിച്ചത് നേരെ വിപരീതമായിട്ടാണ്. ആദ്യത്തെ ട്രേഡ് നടക്കുന്നു. LSGന്ന് ഋഷഭ് പന്തിനെ ഡൽഹിക്ക് കൊടുക്കുന്നു. ഡൽഹിയിൽ നിന്ന് കുൽദീപ് യാദവിനെ നോക്കുവാണെങ്കിൽ LSGയിലോട്ട് കൊണ്ടുവന്നു. ആർക്കാണ് ഇതിൽ നിന്ന് ലാഭം കിട്ടിയത്? എന്തിനാണ് ഋഷഭ് പന്തിനെ ഡൽഹി തൂക്കിയത്? സമീപ പ്രകടനങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 15 കോടിക്കാണ് ഡൽഹി ഇപ്പം ഋഷഭ് പന്തിനെ വിളിച്ചെടുത്തത്. ഒരു 15 കോടിക്കുണ്ടോ ഋഷഭ് പന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2018 18 കോടിക്കുള്ളതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു 15 കോടിക്കുള്ളതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു 27 കോടിക്കുള്ളതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കുറെ നാളുകളായിട്ട് ഋഷഭ് പന്തിന്റെ പ്രകടനം നോക്കുവാണെങ്കിൽ വളരെ മോശമാണ്. ഋഷഭ് പന്തിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സീസൺ നോക്കുവാണെങ്കിൽ 2018 5 ഹാഫ് സെഞ്ചുറി നേടിയിട്ടുണ്ട്, 1 സെഞ്ചുറി നേടിയിട്ടുണ്ട്, 170 സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 50 ആവറേജ് ഉണ്ടായിരുന്നു. 684 റൺസ് 2018 ഋഷഭ് പന്ത് ഡൽഹിക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതുവരെ പരിശോധിക്കുകയാണെങ്കിൽ ഒറ്റ സീസൺ പോലും ഒരു 500 റൺസ് ടച്ച് ചെയ്തിട്ടില്ല. ഈ ലാസ്റ്റ് 2 സീസൺ LSGക്ക് വേണ്ടി നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. 2025 269 റൺസ്, 2 ഹാഫ് സെഞ്ചുറി, 1 സെഞ്ചുറി. 2026 വരുവാണെങ്കിൽ 312 റൺസ്, ഒറ്റ ഒരു ഹാഫ് സെഞ്ചുറി. സോ ഇതാണ് ഋഷഭ് പന്തിന്റെ ലാസ്റ്റ് 2 വർഷം അല്ലെങ്കിൽ 2018 കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈൽ. വൈറ്റ് ബോൾ നോക്കുവാണെങ്കിൽ പെർഫോമൻസ് ഗ്രാഫ് താഴോട്ട് പോകുന്ന പോലെ, അല്ലെ ഷെയർ മാർക്കറ്റ് താഴോട്ട് പോകുന്ന പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഋഷഭ് പന്തിന്റെ മേലിൽ DC ഒരു വിശ്വാസം അർപ്പിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം ആ ഒരു വിശ്വാസം DC അർപ്പിക്കുന്നത്? ഋഷഭ് പന്തിനെ ഡൽഹിക്ക് എന്ത് റോളിലാണ് കളിപ്പിക്കാൻ പോകുന്നത്? അക്ഷർ പട്ടേൽ എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ അവിടെ ഉണ്ട്. മേ ബി അക്ഷർ പട്ടേൽ അടുത്ത സീസണിൽ എനിക്ക് തോന്നുന്നില്ല ഒരു ക്യാപ്റ്റൻ ആകുമെന്ന്. എനിക്ക് തോന്നുന്നു ഋഷഭ് പന്തിനെ ക്യാപ്റ്റൻ ആക്കാനുള്ള എല്ലാവിധ സാധ്യതകളും തെളിഞ്ഞു വരുവാണ്. ഋഷഭ് പന്തിനെ ഒരു ബാറ്റ്സ്മാനായിട്ട് മാത്രമല്ല ആ ടീമിലോട്ട് കൊണ്ടുവരുന്നത്. ബാറ്റ്സ്മാനായിട്ട് കൊണ്ടുവരുമ്പോഴത്തേനും ചോദ്യം ഉയരും, എവിടെയാണ് നിങ്ങൾ ഋഷഭ് പന്തിനെ കളിപ്പിക്കാൻ പോകുന്നത്? ഓപ്പണറായിട്ടാണോ? ഓപ്പണറായിട്ട് LSGക്ക് വേണ്ടി എന്താ ചെയ്തതെന്നുള്ളത് നിങ്ങളുടെ മുമ്പിലുണ്ട്. KL രാഹുൽ എന്ന് പറഞ്ഞൊരു ഓപ്പണിംഗ് ഓപ്ഷൻ ഉണ്ട്, നിസംഗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, പൃഥ്വി ഷാ എന്ന് പറഞ്ഞൊരു ഓപ്പണിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ടും ഋഷഭ് പന്തിനെ നിങ്ങൾ കൊണ്ടുവരുവാണ്. ഇനി നമ്പർ 3 ഋഷഭ് പന്തിനെ കളിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നമ്പർ 3 ബാറ്റ്സ്മാൻമാർ ആരും ഇല്ലയോ? KL രാഹുൽ നമ്പർ 3 പറ്റിയ പ്ലെയറാണ്. സ്റ്റബ്സ് ഉണ്ട് അവിടെ നമ്പർ 3 പറ്റിയ പ്ലെയർ. വേണമെങ്കിൽ അക്ഷർ പട്ടേലിനെ നമ്പർ 3 കളിപ്പിക്കാം. കളിച്ചിട്ടുള്ള പരിചയമുണ്ട് അക്ഷർ പട്ടേലിന്. സമീർ റിസ്വി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഒരുപാട് ഓപ്ഷനുകളൊക്കെ ഉള്ളപ്പോഴത്തേന് എവിടെ നിങ്ങൾ ഋഷഭ് പന്ത് എന്ന് പറഞ്ഞ ഒരു പ്ലെയറെ നിങ്ങൾ കുത്തി നിറയ്ക്കും? ഇനി ഫിനിഷറായിട്ടാണോ ഋഷഭ് പന്തിനെ നിങ്ങൾ കാണുന്നത്? ഫിനിഷറായിട്ട് നോക്കുകയാണെങ്കിൽ അശുതോഷ് ശർമ്മയുണ്ട്, ഡേവിഡ് മില്ലർ ഉണ്ട്, വേണമെങ്കിൽ യുവരാജ് നിഗം ഉണ്ട്. ഇവരെല്ലാം നോക്കുകയാണെങ്കിൽ ആ ഒരു ഫിനിഷിംഗ് റോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. സോ ഇത് ഏത് പൊസിഷനിലോട്ടാണ് ഡൽഹി ഋഷഭ് പന്തിനെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടത്. ഋഷഭ് പന്തിന് ഞാൻ അത്ര മോശം മാർക്കൊന്നും കൊടുക്കുന്നില്ല. ഋഷഭ് പന്ത് നമുക്കറിയാം റെഡ് ബോൾ ക്രിക്കറ്റിൽ ഒരു പ്രകടനമൊക്കെ കാഴ്ചവെക്കുന്നത്. എനിക്ക് തോന്നുന്നു ഋഷഭ് പന്ത് നമ്പർ 5 നമ്പർ 6 ആകുമ്പോൾ അല്പം കൂടെ ബെറ്റർ ആയിട്ട് കളിക്കും. ആ ഒരു പ്രൈസ് ടാഗ് ഇല്ലെങ്കിൽ ഋഷഭ് പന്തിനെ കുറച്ചും കൂടെ ഒരു അപകടകാരിയായ ഒരു ഋഷഭ് പന്തിനെ നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ഡൽഹിയുടെ താല്പര്യങ്ങളാണ്. ഡൽഹിക്ക് നോക്കുവാണെങ്കിൽ 2 ഓണർമാരുണ്ട്. ഒരു ഗ്രൂപ്പ് GMR ഗ്രൂപ്പും മറ്റൊരു ഗ്രൂപ്പ് JSW ഗ്രൂപ്പുമാണ്. സോ 2 ഓണർമാരുള്ള ഒരു ടീമാണ്. GMR ആണ് കഴിഞ്ഞ 2 വർഷം, അതായത് 2025 2026 IPL റൂൾ ചെയ്തത്. ഇനി അടുത്ത 2027 2028 അഥവാ മെഗാ ഓപ്ഷൻ വരുമ്പോഴത്തേനും ഈ ടീമിനെ റൂൾ ചെയ്യാൻ പോകുന്നത് JSW ആണ്. GMRന്റെ ഓർഡർ നോക്കുവാണെങ്കിൽ
കിരൺ കുമാറാണ്. JSWന്റെ ഓണർ പരിശോധിക്കുകയാണെങ്കിൽ പാർത്ത് ജിൻഡാലാണ്. സോ 2 ഓണർമാരുണ്ട്, അവർക്ക് 2 താല്പര്യങ്ങളുണ്ട്. അതാണ് നമ്മളിപ്പം കേട്ടത്. സൗരവ് ഗാംഗുലി ഡൽഹിയിലോട്ട് വരുന്നുണ്ട് കോച്ചിങ് സ്റ്റാഫിലോട്ട്. അതുപോലെ തന്നെ യുവരാജ് സിംഗ് നോക്കുവാണെങ്കിൽ ഡൽഹിയിലോട്ട് വരുന്നുണ്ട് കോച്ചിങ് സ്റ്റാഫായിട്ട്. സോ അതായത് 2 മാനേജ്മെന്റ് 2 താല്പര്യങ്ങളാണ്. അതായത് ഹേമന്ത് ബദാനി തെറിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, അവരുടെ ഹെഡ് കോച്ച്. അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ ഒരു പ്ലെയർ ആയിട്ട് മേ ബി ടീമിനകത്ത് കാണും, ഒരു ഓൾറൗണ്ടർ ആയിട്ട് ടീമിനകത്ത് കാണും. ആസ് എ ക്യാപ്റ്റൻ എനിക്ക് തോന്നുന്നില്ല. JSWന്റെ കീഴിൽ അടുത്ത 2 വർഷം എനിക്ക് തോന്നുന്നു ഋഷഭ് പന്തിനെ തന്നെ ക്യാപ്റ്റൻ ആക്കാനുള്ള ലക്ഷണമെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ 15 കോടിക്ക് ഋഷഭ് പന്തിനെ ഒരിക്കലും അവർ ടീമിലോട്ട് കൊണ്ടുവരത്തില്ല. അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അടുത്ത ഡൽഹിയുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ആയിരിക്കും. ഋഷഭ് പന്തിന്റെ റോള് ഏതാണ്, പൊസിഷൻ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് സംശയം. അതാണ് ഈ ഡൽഹിയുടെ താല്പര്യം. അതായത് ഡൽഹിക്ക് 2 മാനേജ്മെന്റ് ഉണ്ട്. 2 മാനേജ്മെന്റ് നോക്കുമെങ്കിൽ 2 വർഷം കൂടുമ്പോഴത്തേന് ഈ ടീമിനെ നയിക്കും. അത് തന്നെയാണ് ഈ ഡൽഹി ടീമിന്റെ ഏറ്റവും വലിയൊരു പരാജയം. ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് വരുമ്പോഴത്തേന് 2 വർഷമൊന്നും പോരാ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് വരാൻ. മിനിമം ഒരു 3 വർഷമെങ്കിലും വേണം ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് വരാൻ. ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് വരുമ്പോഴത്തേന് അടുത്ത മാനേജ്മെന്റ് വരും, അവർക്ക് 2 വർഷം കിട്ടും. അവരൊരു ടീമിനെ ബിൽഡ് ചെയ്ത് വരുമ്പോഴത്തേന് അടുത്ത മാനേജ്മെന്റ് വരും. സോ ഇത് തന്നെയാണ് ഈ ഡൽഹിയുടെ പ്രശ്നം. മെഗാ ഓപ്ഷൻ മേ ബി ഒരു മാനേജ്മെന്റ് എടുക്കും, പക്ഷേ മറ്റേ മാനേജ്മെന്റ് പറ്റിയ ടീമായിരിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് വരുമ്പോഴത്തേനും മറ്റേ മാനേജ്മെന്റ് വന്ന് ആ ടീമിനെയും ആ കോച്ചിങ് സ്റ്റാഫിനെയും എല്ലാം മാറും. ഇവർക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് പൊയ്ക്കൂടാ? ഇവർ എന്തിനാണ് ഇങ്ങനെ ഒരു കരാർ വെച്ചതെന്ന് ചോദിച്ചാൽ, ഇന്ന് വരെ ട്രോഫി പോലും കിട്ടാത്ത ഒരു ടീം ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം പെർഫെക്റ്റ് ആണെന്നുള്ളത്. 2 വർഷം ഒരു ടീമിനെ ഫുള്ളായിട്ട് കൊണ്ടുപോകുന്നേ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച്, നിങ്ങൾ JSWയും GMRും കൂടെ ചേർത്ത് ഒരുമിച്ച് കൊണ്ടുപോകും. ഒരുപാട് വർഷങ്ങൾ കൊണ്ടുപോകും. നിങ്ങൾ ടീമിനെ ബിൽഡ് ചെയ്യും. ഇത് പകുതിക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടവർ ഇങ്ങോട്ട് എടുക്കും, എനിക്ക് ഇഷ്ടപ്പെട്ടവരെ അങ്ങോട്ട് വെക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പിടിയില്ല. ഋഷഭ് പന്ത് ഡൽഹിയിലോട്ട് വരുന്നു. എന്താണ് ഡൽഹി ഋഷഭ് പന്തിനെ കൊണ്ട് കാണിക്കാൻ പോകുന്നത്? എന്ത് ഉപകാരമാണ് ഡൽഹിക്ക് വേണ്ടി ഋഷഭ് പന്ത് എന്ന് പറഞ്ഞ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അത്രമാത്രം എസ്റ്റാബ്ലിഷ് അല്ലാത്ത ഒരു പ്ലെയർ ഡൽഹിക്ക് വേണ്ടി കൊടുക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ക്യൂരിയോസിറ്റി നിറഞ്ഞൊരു കാര്യമാണ്. ഞാൻ അടുത്ത വർഷത്തെ സീസണിൽ ഡൽഹി എന്ത് മാജിക്കാണ് ഋഷഭ് പന്ത് എന്ന് പറയുന്ന ഒരു ബാറ്റ്സ്മാനിൽ നിന്ന് പുറത്തെടുക്കാൻ പോകുന്നുള്ളത് ഞാൻ കാത്തിരുന്ന് കാണുന്ന ഒരു കാര്യമാണ്. ഡൽഹി ചെയ്ത മറ്റൊരു കാര്യം, കുൽദീപ് യാദവിനെ നോക്കുകയാണെങ്കിൽ ട്രേഡ് ചെയ്യുന്നു. ഋഷഭ് പന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി 13.5 കോടിക്ക് കുൽദീപ് യാദവിന്റെ അതേ എമൗണ്ടിൽ തന്നെ LSG കൊടുക്കുന്നു. ഇത് നഷ്ടമോ ലാഭമോ? ഞാൻ പറയും ഡൽഹി കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരങ്ങളൊന്നാണ് കുൽദീപ് യാദവ് എന്ന് പറയുന്ന ഒരു റിസ്ക് സ്പിന്നറിനെ വിട്ട് കളഞ്ഞത്. അതായത് ഒരു ഇന്ത്യൻ സ്പിന്നറെ എല്ലാവരും നോക്കുന്ന ഒരു ഇന്ത്യൻ സ്പിന്നറാണ്. അതായത് ചഹാൽ, വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, അക്ഷർ പട്ടേൽ, വേണമെങ്കിൽ നമുക്ക് റാഷിദ് ഖാനെ കൂടെ അതിനകത്ത് കൊണ്ടുവരാം. ഒരു ലെഗ് സ്പിന്നർ അല്ലെങ്കിൽ റിസ്ക് സ്പിന്നർ അല്ലെങ്കിൽ ഒരു ചൈനമാൻ പോലെയുള്ള ഒരു സ്പിന്നറിനെ വിട്ട് കളഞ്ഞത് ഡൽഹി കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. പക്ഷേ ഡൽഹി അത് കാണിക്കാനുള്ള മെയിനായിട്ടുള്ള റീസൺ ഞാൻ പരിശോധിക്കുമ്പോഴത്തേനെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമാണ്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം നമുക്കറിയാം ചെറിയൊരു സ്റ്റേഡിയമാണ്. അവിടെ സ്പിന്നർമാർക്ക് നോക്കുവാണെങ്കിൽ വലിയ രീതിയിലുള്ള ബെനിഫിറ്റ്സ് കിട്ടാറില്ല. പലപ്പോഴും നോക്കുവാണെങ്കിൽ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവിന് ബോൾ കൊടുക്കാൻ വേണ്ടി മടിക്കുന്നുണ്ട് ഡൽഹിയിലും അതുപോലെ തന്നെ KKRന്റെ ഗ്രൗണ്ടിലും കൊൽക്കത്തയുടെ ഈഡൻ ഗാർഡൻസിലും കുൽദീപ് യാദവിന് ബോൾ കൊടുക്കാൻ മടിക്കുന്നുണ്ട്. കാരണം ഗ്രൗണ്ട് ചെറുതാണ്. അതായത് ഒരു സ്കിഡ് കിട്ടാറില്ല, ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ഒന്നും കിട്ടാറില്ല. സ്ലോ ത്രൂ ദി എയർ എറിയുന്ന ഒരു പ്ലെയറാണ്. അങ്ങനെ ബാറ്റ്സ്മാൻമാരെ സ്ട്രഗിൾ ആക്കുന്ന ഒരു പ്ലെയറാണ് കുൽദീപ് യാദവ്. പക്ഷേ അതൊന്നും നോക്കുവാണെങ്കിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം പോലെ ഒരു ഫ്ലാറ്റ് പിച്ചിൽ, ആ ഒരു ഫ്ലാറ്റ് സ്റ്റേഡിയത്തിൽ കിട്ടാറില്ല. മേ ബി അതായിരിക്കാൻ ഒരു റീസൺ. അതായത് 7 കളി ഹോം ഗ്രൗണ്ടിൽ കളിക്കണമല്ലോ, അത് കഴിഞ്ഞിട്ടാണല്ലോ ബാക്കിയുള്ള ഗ്രൗണ്ടിൽ കളിക്കേണ്ടത്. സോ ആ ഒരു കോൺഫിഡൻസ് നോക്കുവാണെങ്കിൽ ഡൽഹിക്ക് പറ്റിയ ഒരു പ്ലെയർ അല്ല എന്ന് തോന്നുന്നു ഡൽഹിയുടെ ഗ്രൗണ്ടിൽ. സോ ആ ഒരു കോൺഫിഡൻസ് നോക്കുവാണെങ്കിൽ ഇല്ല. പക്ഷെ എന്നാലും ഞാൻ പറയും കുൽദീപ് യാദവിനെ വിട്ട് കളഞ്ഞത് മണ്ടത്തരം തന്നെയാണ്, കളയരുതായിരുന്നു. അക്ഷർ പട്ടേലിനെ നിങ്ങൾ ട്രേഡ് ചെയ്താലും, പക്ഷെ കുൽദീപ് യാദവ് എന്ന് പറയുന്ന റിസ്ക് സ്പിന്നർ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ നിങ്ങളത് ട്രേഡ് ചെയ്തു. എന്താണെന്നുള്ളത് അറിയില്ല, കാത്തിരുന്ന് കാണാം ഇതിന്റെ എഫക്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ലക്നൗ കൊണ്ട് നോക്കുവാണെങ്കിൽ ലോട്ടറി അടിച്ചെന്ന് തന്നെ ഞാൻ പറയും. കാരണം എക്കാന പോലെ ഒരു സ്റ്റേഡിയത്തിനകത്ത് സ്പിന്നർമാർക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു സ്റ്റേഡിയമാണ്, വലിയ സ്റ്റേഡിയമാണ്. ഡൽഹിയെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് വലിയ ഗ്രൗണ്ടുകളാണ്. സോ അവിടെ നോക്കുവാണെങ്കിൽ കുൽദീപ് യാദവ് എന്ന് പറയുന്ന ഒരു സ്പിന്നറിന് അല്ലെങ്കിൽ ഒരു ചൈനമാന് ടോസ് ചെയ്ത് ബോൾ ചെയ്യുന്ന ബോളർമാർക്ക് എപ്പോഴും അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട്. ദിഗ്വേഷ് റാത്തി നോക്കുവാണെങ്കിൽ LSGക്ക് വേണ്ടി ആ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നില്ല. അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്പിന്നറിനെ ആവശ്യമാണ്. രവി ബിഷ്ണോയ്ക്ക് നോക്കുവാണെങ്കിലും ആ ഒരു റോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു LSGക്ക് വേണ്ടി. സോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുൽദീപ് യാദവ് എന്ന് പറഞ്ഞ ഒരു സ്പിന്നറെ അവർ ടാർഗറ്റ് ചെയ്തത്. അവർക്ക് ഇന്ത്യൻ ഒരു സ്പിന്നറെ വേണം, ഒരു ലെഗ് സ്പിന്നറിനെ വേണം, ഒരു റിസ്ക് സ്പിന്നറിനെ വേണം. പ്രത്യേകിച്ച് എക്കാന പോലെ സ്പിന്നർമാർക്ക് അസിസ്റ്റന്റ് കിട്ടുന്ന ഒരു സ്റ്റേഡിയം കൂടാണ്.
ആ സ്റ്റേഡിയത്തിൽ കുൽദീപ് യാദവിനെ കൊണ്ട് പെർഫോം ചെയ്യാൻ കഴിയും. സോ അതുകൊണ്ടായിരിക്കാം ഈ ഒരു ട്രേഡ് ഓൺ ആയത്. LSGയെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ് ആയ ഒരു സ്പിന്നർ തന്നെയാണ്. ഈ സീസൺ അല്പം ഒരു മോശമായിരുന്നെങ്കിലും നമുക്കറിയാം ഒരു ചാമ്പ്യൻ ബോളർ തന്നെയാണ്. ഏത് സമയത്തും തിരിച്ചു വരാൻ കഴിയുന്ന ഒരു ബോളർ തന്നെയാണ് കുൽദീപ് യാദവ്. പക്ഷെ ഇവിടെ ആർക്കാണ് ലാഭം ആർക്കാണ് നഷ്ടം എന്നുള്ളത് നമുക്കിപ്പോൾ കണക്കുകൾ പടി പറയാൻ പറ്റും. ഋഷഭ് പന്ത് നഷ്ടമാണെന്ന്. പക്ഷേ സൗരവ് ഗാംഗുലിയുടെ കീഴിൽ മേ ബി യുവരാജ് സിംഗിന്റെ കീഴിൽ യുവരാജ് സിംഗ് നമുക്കറിയാം സഞ്ജു സാംസന് പോലും അവർ മെന്ററായിട്ട് കൂടെ വർക്ക് ചെയ്തതാണ് വേൾഡ് കപ്പിന് ആ സമയത്തൊക്കെ. അതുപോലെ തന്നെ ശുഭ്മൻ ഗില്ലിന്റെ മെന്ററായിട്ട് കൂടെ വർക്ക് ചെയ്തതാണ്. അഭിഷേക് ശർമ്മയുടെ മെന്ററായിട്ട് വർക്ക് ചെയ്തതാണ്. മേ ബി ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തുമായിരിക്കാം, ഒരു മാറ്റം കൊണ്ടുവന്നേക്കാം. സോ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം 2027 IPL-നകത്ത്. സോ ഇനി പുറകാലം എനിക്ക് തോന്നുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ന്യൂസ് ആയിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ ഒരു ട്രേഡ് എന്തായാലും താമസിക്കാതെ തന്നെ നടക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്.